ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 2026 ഈ പറയുന്ന നക്ഷത്രക്കാരുടെ സമയം മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് കേൾക്കുക. ഇവിടെ ആദ്യം പറയുന്നത് കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കുന്ന ഒരു സമയമാണ് ഈ 2026 ഡിസംബർ 10 വരെയുള്ള ഒരു സാമാന്യ ഫലമാണ് പറയുന്നത്. അപ്പം കാർത്തിക, അതുപോലെ രോഹിണി, മകയിരം ഈ നാളുകാർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു സമയമാണിത്. മാത്രമല്ല യാത്രകൾ, ചിലർക്ക് നല്ല യാത്രകൾക്ക് അവസരം ഉണ്ടാകാം. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അല്ല അതിന് ശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം ധനമാർഗങ്ങളെ, പുതിയ ധനമാർഗങ്ങളെ വന്നു ചേരാനും, അതുപോലെ കുടുംബസുഖം, ഐശ്വര്യം, ചിലർക്ക് സ്ഥാനമാനങ്ങൾ എന്നിവയൊക്കെ കിട്ടുവാനും, ചിലർക്ക് അധികാരപ്രാപ്തി, ഏതെങ്കിലും അധികാരത്തിലുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ ചെറുതോ വലുതോ ആയിക്കോട്ടെ ഒക്കെ കിട്ടുവാനും വിവിധങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങൾക്കും പറ്റിയ സമയം തന്നെയാണ് ഈ കാർത്തിക, രോഹിണി, മകയിരം ഈ നാളുകാർക്ക്. അപ്പോൾ വിദേശവാസത്തിനൊക്കെ ശ്രമിക്കുന്നവരെ, പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ ഇത് നല്ല സമയമാണ്. അപ്പോൾ അവർ ആ സമയം പ്രയോജനപ്പെടുത്തുക. പിന്നെ പുതിയതായിട്ട് ജോലി ഉയർച്ചയ്ക്ക്, ഒരു പ്രൊമോഷനൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ലതാണ്. അല്ലെ പുതിയ പുതിയ കാര്യങ്ങൾ തൊഴിൽ സംബന്ധമായി ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് നല്ലതാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി പറയാൻ പോകുന്നത് പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്കാണ്. ഈ നക്ഷത്രക്കാർക്ക് പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഈ സമയത്ത് പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്തിയാൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് വീടിൻ്റെ അവിടുന്ന് കുറേ ദൂരെയുള്ള, അപ്പം നല്ലൊരു യാത്രയും കൂടെ ഉണ്ടാവും. പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്തി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പം പുതിയ ക്ഷേത്രങ്ങൾ ദർശനം നടത്താനും യാത്രകൾക്കും, അതുപോലെ തന്നെ പുതിയ പുതിയ ഒരു ഐശ്വര്യങ്ങളെ ജീവിതത്തിലേക്ക് വരുവാനും, അതുപോലെ സാമ്പത്തികം വരാനും പറ്റിയ ഒരു സമയം തന്നെയാണ്. സാമ്പത്തികപരമായ ഒരു പുതിയ പുതിയ കാര്യങ്ങളെ, മനസുഖം, കുടുംബ ഐക്യം അല്ലെ കുടുംബ സമാഗമം, ഇതിനൊക്കെ പറ്റിയ ഒരു സമയവും, കാര്യലാഭം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകാൻ, അങ്ങനെ കാര്യലാഭത്തിനും കാര്യവിജയത്തിനും പറ്റിയ ഒരു സമയം തന്നെയാണ് പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക്. ഇനി പറയാൻ പോകുന്നത് ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ധനം വരും. ധനം വരാനുള്ള സമയമാണ്. പിന്നെ ധനം വരുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പരിശ്രമത്തിന് കുറവോ അല്ലെ നിങ്ങളുടെ ജാതക സംബന്ധമായ ഏതെങ്കിലും ദോഷങ്ങളുടെ, ഗ്രഹസ്ഥിതിയുടെ പോരായ്മയോ ഒക്കെ തന്നെയാണ്. ധനം വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് ചിത്തിര, ചോതി, വിശാഖം. ശ്രമിച്ചാൽ ധനം വരും. കാരണം അതിനുള്ള സമയമാണ്. അത് പ്രയോജനപ്പെടുത്തുക. അങ്ങനെ നമ്മൾ പറഞ്ഞ് പ്രയോജനപ്പെടുത്തിയവരുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് പറയുന്നത്. ധനം വരാൻ പറ്റിയ സമയം തന്നെ. ഏത് വിധേനയും ധനം വരാം. ഒരു തൊഴിൽ മാറ്റം, അല്ലെ തൊഴിൽ ഉയർച്ച, അല്ലെ പുതിയ വരുമാന മാർഗങ്ങൾ, ഇങ്ങനെ ഏത് വിധേനയും ധനം വരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. മാത്രമല്ല വളരെ തിരക്ക് ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. വളരെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ പുതിയ തിരക്കിലേക്കൊക്കെ പോകാൻ പറ്റിയ സമയമാണ്. അതുപോലെ ഭൂമി, വീട് ഇതൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയ സമയമാണ്. സ്ഥലം വാങ്ങുക, വീട് വാങ്ങുക, ഇതൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യങ്ങളാണ്. കുടുംബസുഖം ഇതൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായി പുതിയ പുതിയ മാറ്റങ്ങൾക്ക് പറ്റിയ സമയം തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. തൊഴിൽപരമായിട്ടും പുതിയ പുതിയ ഉയർച്ചകൾക്ക് പറ്റിയ സമയം തന്നെയാണ്. ഈ സമയം ഇവർ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു കാർത്തിക, രോഹിണി, മകയിരം ഈ നാളുകാർക്ക് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് ആ സമയം ഏതെങ്കിലും തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുകൂലമല്ല, ഇത് സാമാന്യം നാളിന്റെ ഫലമാണ്. അങ്ങനെ ഏതെങ്കിലും ജാതകം പരിശോധിച്ച് ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം പ്രയോജനപ്പെടുത്താവുന്ന സമയം. ആ തടസ്സങ്ങൾക്ക് വേണ്ട പരിഹാരം ചെയ്യണം. അതായത് വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ചെയ്യുന്ന നല്ലതാണ്. ഇത് ചൊവ്വ, വെള്ളി ആവർത്തിക്കാൻ നല്ലതാണ്. ശനിയാഴ്ച കൂടെ കൊടുത്താൽ പെട്ടെന്ന് മാറ്റം വരും. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. രണ്ടാമത് ഞാൻ പറഞ്ഞു പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാര്. ഇവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലർക്ക് ജനിച്ച സമയത്തിന്റെ, ഗ്രഹസ്ഥിതിയുടെ ഒക്കെ ചില ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ അനുഭവങ്ങൾക്കൊക്കെ തടസ്സം വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ
ശനിയാഴ്ച ശിവഭഗവാനും കൂവളത്തിലെ അർച്ചനയും ഭാഗ്യസൂക്താർച്ചനയും ചെയ്യുക. രണ്ടും ചെയ്താൽ മതി. കൂവളത്തിലെ അർച്ചനയും ഒരു ഭാഗ്യസൂക്താർച്ചനയും കൂടെ കൊടുക്കുക. ഭഗവാന് ശനിയാഴ്ച ചെയ്യുക, രാവിലെ വൈകിട്ടോ ചെയ്യുക. നല്ല മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും. ആ ചെറിയ ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എന്നുള്ളതാണ്. കാരണം നല്ല അനുഭവങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. പലരും ജനിക്കുന്ന പല സമയത്താണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ ജനിച്ച ഗ്രഹസ്ഥിതി അനുസരിച്ച് ചിലർക്കൊക്കെ ചിലപ്പോൾ ഈ ഫലങ്ങൾക്ക് തടസ്സം ഉണ്ടാകാം. അങ്ങനെയുള്ളവർ ആ കാര്യം ചെയ്യുക. ഇനി ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ധനം വരാനുള്ള സമയമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിന് അപ്പൊ ഈ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവരും ഒരേ സമയത്തല്ല ജനിക്കുന്നത്, പലരും പല സമയത്താണ്. അങ്ങനെ നിങ്ങളുടെ സമയം അനുസരിച്ച് വ്യത്യാസങ്ങൾ, ഇതിലെ ധനത്തിന് തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മുരുകന് പഞ്ചാമൃത അഭിഷേകം മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച ചെയ്യുന്നത് നല്ലതാണ്. ശനിയാഴ്ച കൂവളത്തിലെ അർച്ചനയും പാൽപ്പായസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലികളും ശിവന് ചെയ്യുന്നത് നല്ലതാണ്. പെട്ടെന്ന് മാറ്റം വരുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും അനിഴം കേട്ട ഈ നക്ഷത്രക്കാർക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കാം. അതുപോലെ തന്നെ ഈ പുതിയ ജീവിതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ, വീട് മെയിൻ്റെനൻസ്, വീട് മാറ്റം, വീട് വയ്ക്കൽ, ഇതൊക്കെ അതിനൊക്കെയുള്ള ഒരു സമയം തന്നെയാണ്. പക്ഷേ ഈ അധിക ചെലവുകൾ കൂടുതലായിട്ട് ഉണ്ടാകാം. ചിലർക്ക് സന്താന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മനോദുഃഖങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, പെടലിക്ക് വേദന, അല്ലെങ്കിൽ നടുവിന് വേദന, മുട്ടിലിന് വേദന, അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീഴ്ചകൾ, കുളിമുറി വീഴുക, അല്ലെങ്കിൽ കുളിമുറി തന്നെ വീഴുക, ഇങ്ങനെ ചില വീഴ്ചകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഇന്ന് എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, സാമാന്യമായിട്ട് പറഞ്ഞാൽ ഇത്യാദി കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. എങ്കിൽ തന്നെയും ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു, വീട് പണി നടക്കാം. പക്ഷെ അത് അധിക ചെലവുകൊണ്ട് ചിലപ്പോൾ അത് ഒരു ഇടയ്ക്ക് നിർത്തേണ്ടി വരികയോ ഒക്കെ ചെയ്യാം. പക്ഷെ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും അത് നടക്കും. അതിന് മുരുകന് ഒരു കൂട് ഭസ്മം, ഒരു നെയ്വിളക്ക്, ഒരു കൂട് ഭസ്മം, ഒരു നാരങ്ങ, ഇത് ചൊവ്വാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിക്കാതെ മുരുകന്റെ ശ്രീകോവിലിന് 6 വലത്ത് വെച്ച് നടക്കി വെച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ചൊവ്വാഴ്ചകൾ ആവർത്തിക്കണം. വലത് വെക്കുക എന്ന് വെച്ചാൽ പ്രദക്ഷിണം വെക്കുക എന്നർത്ഥം കേട്ടോ. അപ്പൊ 6 വലത് വെച്ച് 6 പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് ഓം ശരവണ ഭവ വാങ്ങുണ്ടോ മനസ്സുകൊണ്ടോ ജപിച്ച് വെച്ചാൽ മതി. സാധിക്കുന്ന പോലെ ചൊവ്വാഴ്ചകൾ ആവർത്തിച്ചാൽ മതി. രാവിലെ ചെയ്യണം. അപ്പൊ വീട് പണി നടന്നു എന്നാൽ മുന്നോട്ട് പോകാൻ തടസ്സം ഉള്ളവർക്ക് ഇത് ചെയ്താൽ മതി. അനിഴം കേട്ട. അപ്പം പിന്നെ സന്താന വിഷയങ്ങൾ കൊണ്ടും ചില മനോദുഃഖങ്ങൾ ഉണ്ടാകാം. ചിലർക്ക്, എല്ലാവർക്കും നിർബന്ധമില്ല. പിന്നെ കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. എങ്കിൽ തന്നെയും ഈ പരിഹാരങ്ങൾ ഒരു വെള്ളിയാഴ്ച ഭദ്രകാളിയമ്മയ്ക്ക് അഷ്ടോത്തര അർച്ചനയും നെയ്വിളക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശിവന് തിങ്കൾ ശനി ദിവസങ്ങളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്കം കൊടുക്കുക. ഒരു കുഴപ്പമില്ല, എല്ലാം നല്ലതായിട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ സമയം ഏകദേശം ഒരു ഡിസംബർ 10 വരെയുള്ള സാമാന്യ ഫലമാണ് പറയുന്നത്. ഇനി ഓരോരുത്തരും ജനിച്ച സമയവും ഒക്കെ അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും. ഇത് സാമാന്യ ഫലം എങ്കിൽ തന്നെ പലർക്കും ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നാളുകാർ, ഇവർക്ക് ഈ സമയം പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും പുതിയ മാറ്റങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാനും വരുമാനത്തിന് പുതിയ മാർഗങ്ങളും, വർഷങ്ങളായിട്ട് ഏതെങ്കിലും രീതിയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദുരിതങ്ങൾക്കൊരു ശമനം ഉണ്ടാകാനും പറ്റിയ സമയമാണ്. അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുവാനും നേടിയെടുക്കുവാനും, അതുപോലെ നല്ല പുണ്യക്ഷേത്രങ്ങൾ, അതുപോലെ യാത്രകൾക്കും ഒക്കെ പറ്റിയ യാത്രകൾക്കൊക്കെ പറ്റിയ സമയങ്ങളാണ്. ചിലർക്ക് ചില സ്ഥാനമാനങ്ങളും സമൂഹത്തിലൊരു മാന്യത ഉള്ള സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ചിലപ്പോൾ ലഭിച്ചെന്ന് വരിക. അപ്പൊ ജീവിതത്തിലെ പുതിയ മനസുഖം, സന്തോഷം, ഉയർച്ച, വരുമാനമാർഗം ഇതിനൊക്കെ പറ്റിയ സമയമാണ്. പിന്നെ ഭൂമി, വീട് ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം പ്രയോജനപ്പെടുത്താവുന്ന ഒരു സമയം തന്നെയാണ്. ഇനിയും ഈ മകം, പൂരം, ഉത്രം ഈ നാളുകാർക്ക് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം പ്രയോജനപ്പെടുത്താം. ഏത് സമയം? ഇപ്പൊ ഈ പറയുന്ന സമയം തൊട്ടല്ലേ ഇനിയും പറയാൻ പറ്റത്തുള്ളൂ. ഈ സമയം മുതൽ, അല്ലെങ്കിൽ 2025 മാർച്ച് മുതൽ എന്ന് വേണേൽ പറയാം. പക്ഷെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയം മുതൽ ഡിസംബർ 10 വരെ, 2026 ഡിസംബർ 10 വരെയുള്ള സമയം മകം, പൂര, ഉത്രം ഇവർക്ക് ഭൂമി ഏതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താം. പക്ഷെ വീട് അതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ തടസ്സപ്പെടാം.
വീട് അതുപോലെ കാര്യങ്ങളുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ തുടങ്ങാനൊക്കെ പറ്റും, കുറച്ച് ചെയ്യാനും പറ്റും, ചിലപ്പോൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ തടസ്സപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും ഭദ്രകാളിക്ക് ചെയ്ത് അമ്മയോട് പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ച മുരുകന് ഒരു നാരങ്ങ, ഒരു നെയ്വിളക്ക്, ഒരു കൂടി ഭസ്മം, ഇത് മൂന്നും 6 വലത്ത് വെച്ച് ഓം ശരവണ ഭവ ജപിച്ച് നടക്കി വെച്ച് പ്രാർത്ഥിക്കണം. നെയ്വിളക്ക് 6ാമത്തെ വലത്തിന് തെളിയിച്ചാൽ മതി. അത് ചൊവ്വാഴ്ചകൾ ആവർത്തിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഈ മകം പൂരം ഈ നാളുകാര് അപ്പം പെരവണിയൊക്കെ ഇപ്പം തുടങ്ങിയാൽ ചിലപ്പോൾ തടസ്സപ്പെടാം കേട്ടോ. അപ്പം ചിലപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിടയ്ക്ക് തടസ്സം വരാം എന്ന് വെച്ചാൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മുന്നോട്ട് പോകാൻ പറ്റും, നല്ല രീതിയിൽ പിന്നെ പണിയാനും ഒക്കെ പറ്റും. ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്താൽ മതി, അത് വിഷമിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല. മൂലം, പൂരാടം, ഉത്രാടം ഈ നാളുകാർ വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിചാരിച്ചാൽ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചാൽ നടക്കും, യാതൊരു സംശയവും വേണ്ട. പിന്നെ വണ്ടി മേടിച്ചാൽ തന്നെയും വണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കണം. ഒരു കുറച്ച് നാളത്തേക്ക്, ഒരു 6-8 മാസത്തേക്കെങ്കിലും വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഓം നമോ നാരായണായ ജപിക്കുക. ഇറങ്ങുമ്പോഴും അതുപോലെ ചെയ്യുക. പക്കനാളിന് ശിവന് കരിക്കഭിഷേകം, പൂളത്തിലാർച്ചന, മൃത്യുഞ്ജയാർച്ചന, പിൻവിളക്ക് ഇത് ചെയ്ത് പ്രാർത്ഥിക്കുക. ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. അത്രയേ ഉള്ളൂ. പക്ഷെ വാഹനം അതുപോലെ കാര്യങ്ങൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല, ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത്തം, ചിത്തിര ഈ നാളുകാര് വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കരുതലോടുകൂടി ഉപയോഗിക്കണം. എന്ന് വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കുക, റോങ് ഓവർടേക്കിങ്, ഓവർ സ്പീഡ്, പിന്നെ ക്ഷീണിച്ച് വണ്ടി ഓടിക്കുക, ഇതൊക്കെ ഈ സമയങ്ങളിൽ ഒരു 6-8 മാസത്തേക്ക് ഒഴിവാക്കുന്ന നല്ലതാണ്. ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ശിവന് പക്കനാളിന് കൂവളത്തിലാർച്ചന, മൃത്യുഞ്ജയാർച്ചന, ജലധാര, ഒരു നെയ്വിളക്ക് ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ഓം നമോ നാരായണായ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഈ മന്ത്രങ്ങൾ ആദ്യത്തെ കയറുന്നതിന് മുമ്പും ഇറങ്ങിക്കഴിഞ്ഞും ജപിക്കണം, നല്ലതാണ്. അപ്പൊ ഇത് നമ്മൾ ചില സമയങ്ങളുണ്ട്, ഈ ചില സമയങ്ങൾ മനസ്സിലാക്കി ചില കാര്യങ്ങൾ ചെയ്താൽ അത് ഫലമുണ്ടാകും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരാള് എന്നോട് ചോദിച്ചു ഒരിക്കല്, ഒരു ചിട്ടി കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ച ഒക്ടോബറിലല്ല ഡിസംബറിലാണ് ചോദിക്കുന്നത്, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞു ഇപ്പം കൂടുന്നില്ല, ഞാൻ ഇത്ര മാസം കഴിഞ്ഞാൽ കൂടുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞപ്പം ആ പറഞ്ഞ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വന്നു. അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഒരു ഏകദേശ കണക്ക് വെച്ച് പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ കൂടിയത്, അതുകൊണ്ട് എനിക്കത് ഉപകാരപ്പെട്ടു. എന്നോടൊരാൾ ചോദിച്ചു വീട് പണി തുടങ്ങാൻ പറ്റിയ സമയമാണ്. അപ്പൊ അവര് ക്രിസ്ത്യൻസ് ആണ്, അദ്ദേഹത്തിന് ഇത് വലിയ വിശ്വാസമില്ല. എന്നാൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നോട് ചോദിച്ചപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വിശ്വാസം കാണുമായിരിക്കും, പക്ഷെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. എന്നോട് ചോദിച്ചു ഇപ്പം പെരുപണി തുടങ്ങുന്ന നല്ലതാണെന്ന് വെച്ചാൽ ഇപ്പം എന്നോടൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം പറയും. അത് നിങ്ങൾ കേൾക്കുവോ കേൾക്കാതിരിക്കുവോ ചെയ്യാതിരിക്കുവോ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കത്തുമില്ല, അഭിപ്രായം പറയത്തുമില്ല. അതൊക്കെ ആണോന്റെ ഇഷ്ടം. നമുക്ക് സത്യസന്ധമായ ശരിയെന്ന് തോന്നുന്ന കാര്യം പറയും. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം പെരുപണി തുടങ്ങണ്ട എന്ന് പുള്ളിയോട് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു അതല്ല, ഇത്രാം തീയതി അച്ഛൻ വരും, വെഞ്ചരിച്ചങ്ങ് തുടങ്ങുക, പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം അതാ, എന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ ചെയ്യാം. എന്തായാലും പെരുപണി തുടങ്ങി, പെരുപണി കുറച്ച് നടന്നു. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ, അത് ഇപ്പോഴും അദ്ദേഹത്തെ വിട്ടു മാറിയിട്ടില്ല. പെരുപണി കഴിഞ്ഞു എങ്കിൽ തന്നെയും ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങളൊരു 8 മാസം അങ്ങോട്ട് മുന്നോട്ട് തള്ളിയിട്ട് ഇത് ചെയ്യുക, കുഴപ്പമില്ല, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഈ ചില കാര്യങ്ങൾ അത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊള്ളാം, ചില കാര്യങ്ങൾ നമ്മൾ ഇച്ചിരി ഒരു സമയം നോക്കി ചെയ്യുന്നത് നല്ലതാണ്. കാരണം ചില വലിയ നഷ്ടങ്ങൾ ഒഴിവായി കിട്ടുമെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്താൽ അധിക ചെലവായിരിക്കും. ഇപ്പം മകം പൂരം ഈ നാളുകാര് ഈ സമയത്ത് ചിലപ്പം പലരും വീട് വെക്കുന്നവരുണ്ടായിരിക്കും, വീട് വെക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. അങ്ങനെ വീട് പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അധിക ചെലവ്, ഇടയ്ക്ക് വീട് പണി നിർത്തേണ്ടതായി വരിക, പല പ്രതിസന്ധികളും വരിക, ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ഇപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ആ പരിഹാരം ചെയ്യുക, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ, നടന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം സമയം അനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഏറെക്കുറെ നമുക്കൊരു ഗുണമായിട്ട് വരുമെന്നുള്ളതാണ്. അപ്പം എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്.
നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പറഞ്ഞാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.